ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം സദാ വർഷിക്കട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീനാണ്, ലോകരക്ഷിതാവാണ്, ലോക പരിപാലകനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സർവശക്തനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സർവശക്തനാണ്. അള്ളാഹുവിന് കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അങ്ങനെ അള്ളാഹുവിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അർ റഹ്മാൻ, റഹീം എന്നിങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വിശേഷണങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഞാനും നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായിക്കൊണ്ട്, വളരെ ഫണ്ടമെൻ്റലായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആലിമുൽ ഗൈബി വശഹാദ. അള്ളാഹു ദൃശ്യവും അദൃശ്യവും വളരെ കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു തആല പറയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നംലിലെ 65-ാമത്തെ ആയത്ത്, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ഖുൽ, മുഹമ്മദ് നബിയെ പറയുക, പറഞ്ഞ് പഠിപ്പിക്കുക ജനങ്ങൾക്ക്. എന്താ പറയേണ്ടത്? ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഒരാളും അറിയില്ല അൽ ഗൈബ, മറഞ്ഞ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ, ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ, വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നും അവർക്കാർക്കും അറിയില്ല. അല്ലാഹു തആല മറ്റൊരായത്തിൽ സൂറത്തു അൻആമിലെ 59-ാമത്തെ ആയത്തിൽ പറയാ, വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർള് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എന്താ പരിശുദ്ധ ഖുർആൻ പറയുന്നത്? വഇൻദഹു മഫാതിഹുൽ ഗൈബ്, മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിൻ്റെ അടുത്താകുന്നു എന്ത്? അദൃശ്യജ്ഞാനത്തിൻ്റെ താക്കോലുകൾ. ഗൈബ്, മറഞ്ഞ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ, അതിൻ്റെ ഖജനാവ്, അതിൻ്റെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ അത് ഒരാളും അറിയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, സമുദ്രങ്ങളിലും അതുപോലെ തന്നെ കരയിലുമുള്ളത് അല്ലാഹു തആല അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നുവെങ്കിൽ അത് അല്ലാഹു അറിയാതെ സംഭവിക്കുകയില്ല. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർള്, അന്ധകാരത്തിലുള്ള ഭൂമിയുടെ ഇരുട്ടറയിലുള്ള ഒരു ധാന്യമണി, അതിനെക്കുറിച്ച് അള്ളാഹു അറിയാതെ ഇരിക്കില്ല. വലാ റത്ബിൻ വലാ യാബിസിൻ, ഉണങ്ങിയതോ പച്ചയോ ആയിട്ടുള്ള എല്ലാ സംഗതിയും, എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും അള്ളാഹു അറിയാതെ ഇരിക്കുകയില്ല. അവയെല്ലാം ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായിട്ടുള്ള രേഖയിൽ എഴുതപ്പെടാതെയില്ല, എല്ലാം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹു പറയാണ്, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർള്, അള്ളാഹുവിന് മാത്രമാകുന്നു ആകാശലോകത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ അദൃശ്യജ്ഞാനങ്ങൾ. വ ഇലൈഹി യുർജഉൽ അംറു കുല്ലു, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നു. ഫഅബ്ദുഹു, അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക. വ തവക്കൽ അലൈഹി, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അശ്രദ്ധവാനല്ല, നല്ലവണ്ണം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ 123-ാമത്തെ ആയത്താണ്.
അപ്പോൾ ഈ പറഞ്ഞ ആയത്തുകൾ, ഇതുപോലെയുള്ള ശതക്കണക്കിന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ പറയുന്നൊരു കാര്യം എന്താ അറിയോ? എന്താണ്? ദൃശ്യവും അദൃശ്യവും കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണെന്ന. ആലിമുൽ ഗൈബി വശഹാദ. ദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി കാണുന്നത്, അത് സൂക്ഷ്മമായിട്ട് നമുക്ക് നോക്കാൻ കഴിയുമോ? ഇല്ല. നിങ്ങൾ കൈ ഇങ്ങനെ നോക്കൂ, ഇതിൽ ബാക്ടീരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അണുക്കളുണ്ടാവും, നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. നമ്മളിവിടെ എന്തെങ്കിലും വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു ജീവി ഉണ്ടാകും, നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ദൃശ്യം അതുപോലും കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാരാ? അല്ലാഹു തആലയാണ്. അദൃശ്യം അല്ലാഹുവല്ലാതെ മറ്റൊരാളും അറിയില്ല. അതാണ് ഇസ്ലാമിൻ്റെ തത്വം. പ്രിയമുള്ളവരെ, മലായിക്കത്തുകൾ അറിയുമോ? മലായിക്കത്തുകൾക്ക് അദൃശ്യജ്ഞാനം അറിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ. അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയാം, പക്ഷേ സാധാരണഗതിയിൽ അവർക്കറിയില്ല. ഒരു ഉദാഹരണം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താ അള്ളാഹു തആല ഖുർആനിൽ പറയുന്നത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലായിക്കത്തുകളെ വിളിച്ചു. മലായിക്കത്തുകളോട് ചോദിച്ചു, ഈ വസ്തുക്കളുടെ പേരൊന്ന് പറയാമോ? അവർ പറഞ്ഞു, അറിയൂല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ വചനം, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ, പേരുകൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു. സുമ്മ അർലഹും അലൽ മലായിക. പിന്നീട് മലായിക്കത്തുകൾക്ക് അത് പ്രദർശിപ്പിച്ചു. ഫഖാല അംബിഊനി ബി അസ്മായി ഹൗലായി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ ഈ വസ്തുക്കളുടെ പേരും എനിക്ക് പറഞ്ഞു തരണം. സൂറത്തുൽ ബഖറയിൽ പറയാണ്. എന്താ മലായിക്കത്തുകൾ പറഞ്ഞത്? ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ. അള്ളാഹിൻ്റെ ഖുർആന പറയുന്നത് മലായിക്കത്തുകളാണ്. മലക്കുകൾ പറഞ്ഞാൽ എത്ര ഉന്നതന്മാരാണ്, എത്ര മഹത്തുള്ള ആളുകളാണ്, മുഖറബുകളായ ആളുകളാണ്. അവർ പറയാണ്, ഖാലൂ, അവർ പറയുന്നു, സുബ്ഹാനക, റബ്ബേ നീ മഹാപരിശുദ്ധനാണ്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, റബ്ബേ നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്ക് ഒന്നും അറിയുകയില്ല. അപ്പം മലക്കുകളാണെങ്കിലും ശരി, അവർക്ക് അള്ളാഹു അദൃശ്യജ്ഞാനം അറിയിച്ചു കൊടുക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും, എന്നാൽ മാത്രമേ അവർക്ക് അറിയുള്ളൂ. മനസ്സിലായല്ലോ? എന്നിട്ട് പറയാണ്, ഇല്ലാമാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അലം അകുല്ലകും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർള് വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. അടുത്ത ആയത്തിൽ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഞാനാണ്, അല്ലാഹു ആണെന്ത്, എന്ത്, അഅലമു ഗൈബസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അദൃശ്യജ്ഞാനങ്ങൾ അറിയുന്നവൻ ഞാനാകുന്നു. അപ്പം മലായിക്കത്തുകൾക്ക് എന്താണ്? സ്വയമായിട്ട് അദൃശ്യജ്ഞാനം അറിയൂല. ഇനി ജിന്നുകൾക്കറിയുമോ? വിശുദ്ധ ഖുർആൻ പറയാണ്, ജിന്നുകൾക്കറിയാൻ കഴിയില്ല. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ള അംബിയ മുർസലീങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷികളുടെ സംസാരം കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ അറിയാൻ. അതുപോലെ തന്നെ കാറ്റുകളെ നിയന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിന്നുകൾ അദ്ദേഹത്തിന് വിധേയമാക്കി കൊടുത്തിട്ടുണ്ട്. ആർക്ക്? സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക്. ആ സുലൈമാൻ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിക്കാറുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു സബ എന്ന് പറഞ്ഞ അധ്യായത്തിൽ അള്ളാഹു തആല പറയാണ്, ഫലമ്മാ ഖളൈനാ അലൈഹിൽ മൗത മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർള് തഅകുലു മിൻ സഅതഹു ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. എന്താ സംഭവം? സുലൈമാൻ നബി അലൈഹി സ്വലാം ഊന്നുവടിയിൽ ഇങ്ങനെ പിടിച്ച് ചാരി നിന്നിട്ടുകൊണ്ട് ജിന്നുകളെങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെട്ട് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ ഊന്നുവടിയിൽ നിൽക്കുക? ഒരു വയസ്സായ ആളുകൾ ഉപയോഗിക്കാറില്ലേ? അങ്ങനെയുള്ള ഒരു വടിയുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പറയും, ഫലമ്മാ ഖളൈനാ അലൈഹിൽ മൗത്ത്. സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് നാം മരണം വിധിച്ചപ്പോൾ, മൗത്ത് വിധിച്ചപ്പോൾ, മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർളി തഅകുലു മിൻ സഅതഹു. ആ ഊന്നുവടി തിന്നുകൊണ്ടിരിക്കുന്ന ചിതലുകളല്ലാതെ അദ്ദേഹത്തിൻ്റെ മരണം ജിന്നുകൾ അറിയിച്ചില്ല. ആരാണ് ജിന്നുകൾക്ക് വിവരം കൊടുത്തത് ഈ സുലൈമാൻ നബി മരിച്ചു എന്നുള്ളത്? ആരാണ്? ചിതലുകളാണ്. എങ്ങനെ ചിതലുകൾ വിവരം കൊടുത്തത്? ചിതലുകൾ
ആ ഊന്നുവടി ഇങ്ങനെ ചിതൽ തിന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ ആ വടി ദുർബലമായി. അങ്ങനെ മരിച്ച സുലൈമാൻ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നു, മറിഞ്ഞു വീണു. അപ്പോഴാണ് ഫലമ്മാ ഖറ, ഖറാറിനെ വീഴുക, ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു, അപ്പോഴാണ് ജിന്നിന് വ്യക്തമായത് എന്ത്, ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവര് പറയാണ് അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ, ഞങ്ങൾക്ക് ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ, ഈ നിന്ദ്യമായ ശിക്ഷയിൽ ഞങ്ങൾ കഴിയുമായിരുന്നില്ല. അതായത് വലിയ പണിയൊക്കെ എടുക്കുന്നത് അവർ ശിക്ഷയായിട്ടാണ് കണ്ടിരുന്നത് ജിന്നുകളെ. അപ്പോൾ ഇദ്ദേഹം മരിച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജോലി എടുക്കുമായിരുന്നില്ല എന്ന് അവർ പറയും. ഇതാരാ ഖുർആനിൽ പറയാ, സൂറത്തു സബയിൽ. അപ്പോൾ ജിന്നുകൾക്കും അതറിയാൻ കഴിയില്ല. ഇനി അംബിയാ മുർസലീങ്ങൾ, ഇപ്പോൾ മലക്കുകൾ ജിന്നുകൾ മനസ്സിലാക്കി. ഓരോ ഉദാഹരണങ്ങൾ പറയാം. അംബിയാ മുർസലീങ്ങൾ നമുക്കറിയാം. അംബിയാ മുർസലീങ്ങൾ ആരാ? വളരെ മഹാന്മാരാണ്, അത്യുന്നത പദവികളുള്ളവരാണ്, അള്ളാഹുവിൻ്റെ അടുത്ത ആളുകളാണ്. നമ്മൾ അവരിൽ വിശ്വസിക്കണം, അവരെ ബഹുമാനിക്കണം. അവരുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ അലൈഹിസ്സലാം എന്നൊക്കെ പറയണം തീർച്ചയായിട്ടും. എന്നിട്ട് ആ അംബിയാ മുർസലീങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിലെ 26, 27 ആയത്തുകളിൽ പറയാണ്, ആലിമുൽ ഗൈബി ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതലാ മിർ റസൂൽ. ആലിമുൽ ഗൈബി, അദൃശ്യജ്ഞാനം അറിയുന്നവനായ റബ്ബ്, ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദാ, ഒരാൾക്കും ആ അദൃശ്യകാര്യം പറഞ്ഞു കൊടുക്കുകയില്ല. ഇല്ലാ മൻ ഇർതലാ മിർ റസൂൽ, താൻ തൃപ്തിപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ള റസൂലുമാർക്കൊഴികെ. എന്നിട്ട് ആ റസൂലുകൾക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അള്ളാഹു താല ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗൈബ് അറിയിച്ചു കൊടുക്കുന്ന. ഇമാം ഇബ്നു ജരീർ ത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീറായ ജാമിഉൽ ബയാൻ ഫീ തഅ്വീലിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഫഇന്നഹു യുൽഹിറു മിനൽ ഗൈബി അലാ മാ ശാഅ ഇദർതലാഹു, അള്ളാഹു തൃപ്തിപ്പെട്ടാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രം ഉദ്ദേശിച്ച കാര്യം മാത്രം അറിയിക്കും. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീറായ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അദ്ദേഹം ഈ പിന്നെ ഗൈബുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താ പറയുക, ആളുകൾ ഈ കണക്ക് നോട്ടക്കാരൻ്റെ അടുത്ത് പോകും. കൈനോട്ടക്കാരൻ കോഴിക്കോട്ട് അങ്ങാടിയിൽ പോയാൽ ബാനർ കെട്ടി എഴുതി വെച്ചിട്ടുണ്ടാകുന്നത് ഹസ്തരേഖ പരിശോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആളുകൾ പോകും. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഈ കുറത്തികൾ വരും. മലമൂത്ര വിസർജനം ചെയ്താൽ പോലും വൃത്തിയാക്കുമോ എന്ന് അല്ലാഹു ആലം. ആ ആളുകൾ വന്നിട്ടാണ് ഭാവിയുള്ള കാര്യങ്ങളൊക്കെ പറയും. നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും, കൈനീട്ടി കൊടുക്കും. നഊദു ബില്ലാ. എന്താ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയങ്ങൾ, അവരെ സമീപിക്കാൻ വേണ്ടി പാടുള്ളതല്ല പ്രിയമുള്ളവരെ, അവരെ സമീപിക്കാൻ വേണ്ടി പാടുള്ളതല്ല. പക്ഷെ ചില ആളുകളെ എന്താ പറയുന്നറിയാം, അവരെ സമീപിച്ചാൽ അവർ പറഞ്ഞു തരുമെന്ന് പറയും. അതിന് കാരണം എന്താണ്, ആകാശ ലോകത്ത് നിന്ന് ജിന്നുകൾ ഈ വാർത്തകളൊക്കെ കേട്ടിട്ട് അത് ഈ പിന്നെ ജ്യോത്സ്യന്മാർക്കും അതുപോലെ തന്നെ പണിക്കന്മാർക്കും മന്ത്രവാദികൾക്കും എത്തിച്ചു കൊടുക്കുന്നതാണ് ആളുകളുടെ ഒരു വിശ്വാസം. അതെന്താണ്, തെറ്റാണ്. അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു വളരെ മുമ്പ്. പക്ഷേ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. ഇമാം ഖുർത്തുബി പറയാൻ അദ്ദേഹത്തിൻ്റെ ജാമിഉൽ അഹ്കാം അൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാ, പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചോളൂ. ഖാലൽ ഉലമാഉ റഹ്മത്തുള്ളാഹി അലൈഹിം ലമ്മാ തമദ്ദഹ സുബ്ഹാനഹു ബിഇൽമിൽ ഗൈബി വസ്തഅ്സറ ബിഹി ദൂന ഖൽഖിഹി കാന ഫീഹി ദലീലുൻ അലാ അന്നഹു ലാ യഅലമുൽ ഗൈബ അഹദുൻ സിവാഹു ثم استثنى من ارتلاه من الرسل فأودعهم ما شاء من غيبه بطريق الوحي إليهم وجعله معجزة لهم ودلاله صادقة على نبوتهم وليس المنجم ومن لاهاه ممن يضرب بالعصا وينظر في الكتب ويزجر بالطير ممن ارتلاه من رسول فيطلعه على ما يشاء من غيبه بل هو كافر بالله مفتر عليه. ഈ പറഞ്ഞ കാര്യം എന്താ പറയുക, അതായത് അല്ലാഹു തആല അള്ളാഹുവിൻ്റെ മഹത്തായ ഔന്നിത്യം, അള്ളാഹുവിൻ്റെ പരിശുദ്ധത, അള്ളാഹുവിൻ്റെ അറിവ്, അള്ളാഹുവിൻ്റെ കഴിവ്,
അതിൻ്റെ ഭാഗമാണത്. അവന് മാത്രമേ അന്നഹു ലാ യഅലമുൽ ഗൈബ അഹദുൻ സിവ, അവന് പുറമെ ആർക്കും അദൃശ്യകാര്യം അറിയില്ല. സുമ്മസ്തസ്ന, എന്നാൽ ഒരാൾക്കൊഴി, അതാരാണ്? മനിർത്തല്ലാഹു മിനർ റസൂൽ, റസൂലുകളിൽപ്പെട്ട ദൂതന്മാരിൽപ്പെട്ട താൻ ഈ തൃപ്തിപ്പെട്ട ആളുകൾക്കൊഴികെ. എന്നിട്ട് പറയാണ്, എങ്ങനെയാണ് ആ ദൂതന്മാർക്ക്, അംബിയ മുർസലീങ്ങൾക്ക് അല്ലാഹു തആല ഗൈബ് അറിയിച്ചു കൊടുക്കുക? അള്ളാഹു ഉദ്ദേശിച്ച ഗൈബ് വഹി മുഖാന്തരാണ് അംബിയ മുർസലീങ്ങൾക്ക് ഗൈബ് അറിയിച്ചു കൊടുക്കുക. വജഅലഹു മുഅ്ജിസത്തൻ ലഹും, അതെന്താണ്? ആ അംബിയാക്കൾക്കുള്ള ഒരു മുഅ്ജിസത്താക്കി അള്ളാഹു നിശ്ചയിച്ചു. വദലാലത്തുൻ സാദിഖത്തൻ അലാ നുബുവ്വതിഹിം, അതുപോലെ അമ്പിയാക്കളുടെ ആ നുബൂവത്തിന്, പ്രവാചകത്വത്തിന്, നബിയാണ് എന്നത് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മറഞ്ഞ കാര്യങ്ങളിൽ ചിലത് അമ്പിയാ മുർസലീങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നത്. വലൈസൽ മുനജ്ജിമു, നക്ഷത്രഫലം നോക്കുന്ന ആള്, വമൻ ലാഹാഹു, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മിമ്മൻ യദ്രിബു ബിൽ അസാ, വടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ കോലിട്ടിട്ട് അടിച്ചിട്ടോ മറ്റോ, വയൻദുറു ഫിൽ കുതുബ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വരയും കുറിയുള്ള കിതാബിൽ നോക്കിയിട്ടോ, വയസ്ജുറു ബിത്വൈർ, പക്ഷിയെ പറത്തിയിട്ടോ, മിമ്മൻ ഇർതദാഉ മിൻ റസൂലിൻ ഫയുത്ലഉഹു അലാ മാ യശാഉ മിൻ ഗൈബി, അങ്ങനെ ഒരാൾക്കും ഗൈബ് അറിയാൻ വേണ്ടിയിട്ട് കഴിയില്ല. അങ്ങനെ കഴിയുന്നു വിശ്വസിച്ചാൽ തന്നെ എന്താണ്? ബൽ ഹുവ കാഫിറുൻ ബില്ലാഹ്, അള്ളാഹുവിൽ നിഷേധിയായിത്തീരും. മുഫ്തരിൻ അലൈഹി, അള്ളാഹുവിൽ കെട്ടിച്ചമച്ച് കളവ് പറയുന്നവനായിത്തീരുന്ന, നഊദു ബില്ലാ. അപ്പം നമ്മൾ മനസ്സിലാക്കണതൊക്കെ എന്താണ്? അതാർക്കും കഴിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന റുസുലുകൾ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ പറയുന്നത് അംബിയാ മുർസലീങ്ങളും മലായിക്കത്തുകളും, അവരിൽപ്പെട്ട അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയാൻ വേണ്ടി കഴിയുള്ളൂ. എന്നാൽ ഈ റസൂലുകളിൽപ്പെട്ട ചില ആളുകൾക്ക് തന്നെ അറിയാൻ കഴിയില്ല, എല്ലാ കാര്യവും അറിയാൻ കഴിയില്ല. ഒരു ഉദാഹരണം, ഒരു ചരിത്രമാണ്, ഒരു സംഭവമാണ്. ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിനെ കുറിച്ച് എന്താ ഖുർആനിൽ പറഞ്ഞത്? അള്ളാഹിൻ്റെ അടുപ്പത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞ? ആർക്കാ പറയാൻ കഴിയുക? പറയൂ. വെരി ഗുഡ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അള്ളാഹിൻ്റെ ആത്മമിത്രന്ന ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയെ കുറിച്ച് സൂറത്തു ദാരിയാത്ത് 51-ാമത്തെ ചാപ്റ്റർ, അതിൽ പറയാ, ഹൽ അതാക ഹദീസു ലൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ ഇദ്ദഖലു അലൈഹി ഫഖാലു സലാമൻ ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഅജ്ലിൻ സമീൻ ഫഖറബഹു ഇലൈഹിം ഖാല അലാ തഅകുലൂൻ ഫഔജസ മിൻഹും ഖീഫതൻ ഖാലു ലാ തഖഫ് വബശറൂഹു ബിഗുലാമിൻ അലീം. എന്താ പറയുന്നത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അതിഥികളെ സംബന്ധിച്ച്, ലൈഫിനെ സംബന്ധിച്ച് നിനക്ക് വാർത്ത വന്നെത്തിയിട്ടുണ്ടോ? ഇദ്ദഖലു അലൈഹി, ആ അതിഥികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രവേശിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ, ഫഖാലു സലാമ, ആ അവരെന്ത് ചെയ്തു? അതിഥികൾ എന്ത് ചെയ്തു? സലാം പറഞ്ഞു. ഖാല സലാമുൻ, ഇബ്രാഹിം നബി എന്ത് ചെയ്തു? തിരിച്ച് സലാം മടക്കി. ഖൗമുൻ മുൻകറൂൻ, ഇതിപ്പോൾ പരിചയമില്ലാത്ത ആളുകളാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറയാ, ഉടനെ എന്ത് ചെയ്തു? ഫറാഗ ഇലാ അഹ്ലിഹി ഫജാ ബിഅജ്ലിൻ സമീൻ, ഇതൊക്കെ ആയത്താണ്, ഖുർആൻ്റെ ആയത്താണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു? ഒരു തടിച്ച കാളക്കുട്ടിയെ വേവിച്ച് കൊണ്ടുവന്നു. ഫഖറബഹു ഇലൈഹിം, എന്നിട്ട് ഈ വിരുന്നുകാരുടെ അടുത്തേക്ക് നീട്ടിവെച്ചു. ഫഖാല അലാ തഅകുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ? അവര് ഭക്ഷിക്കുന്നില്ല, അപ്പൊ അതുകൊണ്ടാണ് ഭക്ഷിക്കുന്നില്ലേ എന്ന് ചോദിക്കണേ. ഫഔജസ മിൻഹും ഖീഫ, അവരെ സംബന്ധിച്ച് മഹാനായ അള്ളാന്റെ ഖലീലായിട്ടുള്ള അബുൽ അംബിയ എന്ന് പേരുള്ള ഉലുൽ അസ്മിൽപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മനസ്സിൽ ഖീഫതൻ, ഖൗഫ്, ഖീഫ എന്ന് പറയുന്ന അർത്ഥം ഭയമുണ്ടാവും. ഒരു നബിക്ക് ഭയം ഉണ്ടായിരുന്ന അതിഥികളെ സംബന്ധിച്ച്. ആരാന്നറിയില്ല, എന്തിനു വന്നാന്നറിയില്ല, ഈ കാള കൊടുത്താൽ പിന്നെ ഇറച്ചി തിന്നൂലേ എന്നറിയില്ല. ആർക്ക് കണ്ടോ? ഒരു നബിക്ക് പോലും, നബിമാരിൽ ഏറ്റവും പ്രധാനിയായ ഇബ്രാഹിം നബിക്ക് പോലും മറഞ്ഞ കാര്യം അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാ പറയുന്നത്, കാലൂലാ തഖഫ്, ആ വന്ന ആളുകൾ പറയാണ്, പ്രവാചകരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വബശറൂഹു ബിഗുലാമിൻ അലീം, വിവരമുള്ള ജ്ഞാനമുള്ള ഒരു സന്താനത്തെ സംബന്ധിച്ച് നിങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. എന്താ കാര്യം? ഇബ്രാഹിം നബിക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. 84 വയസ്സ് വരെ അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടികളെ തരണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, റബ്ബിനോട് ദുആ ചെയ്തു.
അങ്ങനെ ആ കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത മലക്കുകൾ വന്ന് അറിയിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ മലക്കുകളാണ് വന്നതെന്ന് ആർക്കറിയില്ല, ഇബ്രാഹിമിക്കറിയില്ല. നോക്കൂ, മറഞ്ഞ കാര്യം അറിയുന്നില്ല. ഇതുപോലെ എത്ര സംഭവം എന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹിനോട് സംസാരിച്ചൊരു നബിയാണ് ആര്? മൂസാ നബി. വേറെ ആരും അങ്ങനെ ആയിട്ടില്ല. ആ മൂസാ നബി സൂറത്ത് ത്വായിൽ പറയാ, അദ്ദേഹം അള്ളാഹിനെ മീക്കാത്തിന് അള്ളാഹുവായിട്ട് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോയപ്പോൾ അള്ളാഹു ചോദിക്കാണ്, വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസാ, എന്താ മൂസ നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? കാലഹും ഉലായി അലാ അസരി. അപ്പം മൂസ പറഞ്ഞു, പിന്നെ എൻ്റെ ജനങ്ങൾ ഞാൻ എന്തു പഠിപ്പിച്ചോ ആ ആദർശത്തിൽ തന്നെയാണ്, ആ കാര്യങ്ങളിൽ തന്നെയാണ് എൻ്റെ ജനത. വഅജിൽതു ഇലൈക റബ്ബി ലിതർള, ഞാൻ ധൃതിപ്പെട്ട് പോകുന്നത് റബ്ബേ നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എന്താ സംഭവം? മൂസാ നബി ബനു ഇസ്രായേലിയർ ജൂതന്മാർ അവരിന്ന് അള്ളാഹിൻ്റെ അടുത്തേക്കാണ് പോയിട്ടുള്ളൂ, കുറച്ച് ദിവസത്തിനേ പോയിട്ടുള്ളൂ. അപ്പോഴത്തേനും അവിടെ സാമിരി എന്ന് പറഞ്ഞ ആൾ വന്നു. അയാൾ ലോഹങ്ങൾ വാങ്ങിക്കൂട്ടി, സ്വർണ്ണവും മറ്റൊക്കെ, പശുക്കുട്ടിയെ ഉണ്ടാക്കി അള്ളാഹിനെ മാത്രം ആരാധിക്കണം, ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ച മൂസാ നബിയുടെ മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു? ഏതാനും ദിവസങ്ങൾ കൊണ്ട് പശുക്കുട്ടിയെ പൂജിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൂസാ നബിയുടെ സഹോദരനായ ഹാറൂൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, കൂട്ടരെ ഇത് ഈ സാമരി പിശാച്ചിൻ്റെ പ്രവർത്തനം എടുക്കണം. അദ്ദേഹം പറയും, കേൾക്കല്ലേ, പശുക്കുട്ടിനെ ആരാധിക്കല്ലേ, ഇന്ന റബ്ബക്കുമുർ റഹ്മാൻ, നിങ്ങളുടെ റബ്ബ് റഹ്മാനായ റബ്ബാകുന്നു, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ അവർ കേട്ടതേ ഇല്ല. മൂസാ നബി ഇതൊക്കെ കേട്ട് ഇങ്ങനെ തിരിച്ചു വന്നു. എങ്ങനെയാണ് വന്നത്? ഗൾബാൻ, കോപാന്തനായ വന്നപ്പോൾ ജനങ്ങളിങ്ങനെ പശുക്കുട്ടിനെ ആരാധിക്കുക. ഇത് കണ്ടപ്പോൾ പ്രിയമുള്ളവരെ, മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ താടിക്കണ്ട് പിടിച്ചു, തലക്കണ്ട് പിടിച്ചു. എന്ത് നോക്കി നിൽക്കുന്നത്, എന്തേ ജനങ്ങളത് ഉപദേശിക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞവർ കേൾക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മറഞ്ഞ കാര്യം ഇവർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി എത്ര സംഭവം. ഉഹുദ് രണാങ്കണം, നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. ഉഹുദിൻ്റെ രണാങ്കണം, പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ്റെ പിതൃവ്യനായിട്ടുള്ള ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ്റെ വലങ്കയ്യായിരുന്നു. അദ്ദേഹം ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ഷഹീദായി. എങ്ങനെ ഷഹീദാകുന്നത്? അദ്ദേഹത്തെ വഹ്ഷി എന്ന് പറയുന്ന ഒരാളാണ് അമ്പെയ്ത് കൊല്ലുന്നത്. അദ്ദേഹം ഹംസ റളിയല്ലാഹുവിൻ്റെ തൊട്ടപ്പുറത്തൊരു കല്ലിന് പുറകിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. അടുത്ത് വന്നപ്പോഴാണ് അദ്ദേഹം ചെയ്ത് അമ്പെയ്ത് കൊന്നത്. വലിയ ഷഹീദായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ പിന്നെ പ്രവാചകൻ്റെ അടുത്ത ആളാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നില്ല എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കണത്. അപ്പോൾ ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. വേറെ ഒരു ശക്തിക്കും അറിയൂല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.